പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷാംശ രേഖകളെക്കുറിച്ചാണ്. ഇനി താഴെ നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിച്ച് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്താണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തര ധ്രുവം ഏതാണ്? ഉത്തര ധ്രുവം. 66 1/2 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തമാണ്. 23.5 ഡിഗ്രി നോർത്ത് ബി എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരായന രേഖയാണ്. ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ. 0 ഡിഗ്രി സി, 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സി ഏതാണ്? ഭൂമധ്യ രേഖ. ഭൂമധ്യ രേഖയാണ്. 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് ദക്ഷിണായന രേഖയാണ്. 66 ഡിഗ്രി സൗത്ത് എന്ന് പറയുന്നത് അന്റാർട്ടിക് വൃത്തമാണ്. അന്റാർട്ടിക് വൃത്തം. അന്റാർട്ടിക് ആണ് അന്റാർട്ടിക് വൃത്തം. അപ്പം നമ്മൾ എ ഉത്തര ധ്രുവം, ബി ഉത്തരായന രേഖ, സി ഭൂമധ്യ രേഖ, ഡി അന്റാർട്ടിക് വൃത്തം. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഗ്രീനിച്ച് രേഖ എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. 2 എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനകളുടെ രൂപീകരണത്തിനിടയാക്കിയത്. എ ക്വസ്റ്റ്യൻ. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുന്നതിനിടയാക്കിയ ചരിത്ര സംഭവങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് താഴെ തന്നിരിക്കുന്നത്. അവയെ ശരിയായി ക്രമപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായി ക്രമപ്പെടുത്തി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചരിത്ര സംഭവങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഹമ്മുറാബിയുടെ നിയമസംഹിത പ്രത്യേകതകളാണ് ചോദിച്ചത്. പ്രത്യേകതകൾ. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ്. അപ്പോൾ 1 എ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതാണ് എഴുതേണ്ടത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത. രണ്ടാമത്തെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് ബി ആണ് മാഗ്ന കാർട്ട. ഏതാണ്? മാഗ്ന കാർട്ട. ഇതാണ് ചരിത്ര സംഭവം. അപ്പോൾ ബി മാഗ്ന കാർട്ട അവിടെയാണ് എഴുതേണ്ടത്. ഇനി സിയിൽ എന്താ എഴുതേണ്ടത് നോക്കാം. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. മഹത്തായ വിപ്ലവം. സി ആണ് ഇത്. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. സി മഹത്തായ വിപ്ലവം. ഡി എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഇതിൽ വരുന്നത് ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അവിടെ എഴുതേണ്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ എയിൽ എയിൽ എന്താണ് എഴുതേണ്ടത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്ന്. ബിയിൽ മാഗ്ന കാർട്ട, സിയിൽ മഹത്തായ വിപ്ലവം, ഡിയിൽ ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് 1946 ഇന്ത്യയിലേക്ക് അയച്ച സമിതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷനാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ അവശ്യ ഗുണങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. വിവരണാത്മകത, ചലനാത്മകത, സമഗ്രത, കാവ്യാത്മകത. ഇത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. സമഗ്രത, ചലനാത്മകത. 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ സവിശേഷതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രസംഗത്തിൽ
അവതരിപ്പിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത്? ഒന്ന്, ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. അപ്പം എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത്? അതിനകത്ത് ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. രണ്ടാമത്തത് പോയിന്റായിട്ട് എഴുതണം. എന്തെഴുതാം? രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും എന്തിലുണ്ട്? ആമുഖത്തിലുണ്ട്. അപ്പോൾ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു പോയിന്റായിട്ട് എഴുതാവുന്നത്, ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം ഭരണഘടനയുടെ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം ഭരണഘടനയുടെ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നാലാമതൊരു പോയിന്റാണ്, പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് തുടങ്ങിയ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ആമുഖത്തിൻ്റെ സവിശേഷതകളിൽ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് തുടങ്ങിയ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം ഭരണഘടനയുടെ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു. ഇത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കിയേക്കാം. സമുദ്രങ്ങൾ എങ്ങനെയെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നത്? ഒന്ന്, നമ്മൾ സമുദ്രങ്ങളെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു. രണ്ടാമത്, മത്സ്യസമ്പത്തിനൊപ്പം മൂല്യമേറിയ മറ്റു വിഭവങ്ങളും പ്രാധാന്യം ചെയ്യുന്നു സമുദ്രങ്ങൾ, അല്ലേ? മത്സ്യസമ്പത്ത് മാത്രമല്ല, മൂല്യമേറിയ മറ്റു വിഭവങ്ങളും പ്രാധാന്യം ചെയ്യുന്നു. പിന്നെ രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് സമുദ്ര ഗതാഗതം സഹായിക്കുന്നു. ആ സമുദ്രത്തിൽ കൂടെയാണ്, കപ്പൽ മാർഗമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് രാജ്യാന്തര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നത് ഈ സമുദ്ര ഗതാഗതം വഴിയാണ്. അടുത്തത്, ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നു. പിന്നെ സമുദ്രങ്ങൾ പൊതുവെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആ രീതിയിലും നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, സമുദ്രജല സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിന് അനുയോജ്യമായ പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? സമുദ്രജലത്തെ സംരക്ഷിക്കുക, മത്സ്യസമ്പത്ത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷികം അപ്പോൾ സമുദ്രത്തെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വർത്തമാനകാലത്ത് ബാങ്കിങ് ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. ബാങ്കിങ് രംഗത്തെ സൈബർ തട്ടിപ്പുകൾ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? വിശദമാക്കുക. അപ്പോൾ ബാങ്കിങ് രംഗത്തെ സൈബർ തട്ടിപ്പുകൾ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കേണ്ടതിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ATM പിൻ, OTP എന്നിവ പങ്കുവയ്ക്കരുത്. അപ്പോൾ ATM പിന്നും OTP തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡ്, അതായത് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന പാസ്വേഡ് ഉപയോഗിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? UPI. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. UPI ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ടിൽ നടന്ന മൊയ്ജി പുനഃസ്ഥാപനം ഷോഗോൺ ഭരണം ജപ്പാനിൽ അവസാനിക്കുന്നതിന് കാരണമായി. ഏത് ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് മെയ്ജി ഗവൺമെൻറ് അവരുടെ പുതിയ നയത്തിന് തുടക്കം കുറിച്ചത്? ഇതിട്ടാണ് തുടക്കം കുറിച്ചത്?
ഓപ്ഷൻ സി ആണ്. സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. മേജി പുനഃസ്ഥാപനം ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. എന്താണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പാശ്ചാത്യ മാതൃകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. അപ്പോൾ എന്തൊക്കെയാണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പാശ്ചാത്യ മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യത്തിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ, സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻകരകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചകങ്ങൾ ഒന്നാമത്തിൽ തന്നിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഈ വൻകരയിലാണ്. ഈ വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ഏതാണ്? ഓപ്ഷൻ എയിൽ വരുന്നത് വൻകര ഏതാണ്? ഏഷ്യയാണ്. രണ്ടാമത്തെ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ ഈ വൻകരയിലൂടെ കടന്നു പോകുന്നു. ഉഷ്ണമരുഭൂമിയായ സഹാറ ഈ വൻകരയിലാണ്. ഉഷ്ണമരുഭൂമിയായ സഹാറ ഈ വൻകരയിലാണ്. ഏതാണ്? ആഫ്രിക്ക. ഏത് വൻകരയാണ്? ആഫ്രിക്ക. അടുത്തത്, ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണിത്. മുറി ഡാർലിംഗ് നദീതടം ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. ഏതാണ്? ഓസ്ട്രേലിയ. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇത്രയാണ് വൻകരകൾ. ഇനി ബി ക്വസ്റ്റ്യൻ, വടക്കേ അമേരിക്കയിലെ ജനജീവിതത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ വടക്കേ അമേരിക്കയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഉയർന്ന ജീവിത നിലവാരമാണ്. സാങ്കേതിക പുരോഗതിയുള്ള സ്ഥലമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. വലിയ നഗരങ്ങളുണ്ട്. പിന്നെ അനുകൂലമായ കാലാവസ്ഥയാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. സമ്പുഷ്ടമായ കാർഷിക മേഖലകളുണ്ട്. ഇന്യൂട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വടക്കേ അമേരിക്കയുടെ ജനജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഉയർന്ന ജീവിത നിലവാരം, സാങ്കേതിക പുരോഗതി, വലിയ നഗരങ്ങൾ, അനുകൂലമായ കാലാവസ്ഥ, ഫലഭൂയിഷ്ഠമായ മണ്ണ്, സമ്പുഷ്ടമായ കാർഷിക മേഖല, ഇന്യൂട്ടുകൾ. ഇനി ആറാമത്തെ ബി ക്വസ്റ്റ്യൻ, യൂറോപ്പ് വൻകരയിലെ ഭൂപ്രകൃതി, ജനജീവിതം, സസ്യജന്തുജാലങ്ങൾ എന്നിവ ആസ്പദമാക്കി നടത്തുന്ന ക്വിസ് മത്സരത്തിലേക്ക് ആവശ്യമായ 5 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പോൾ യൂറോപ്പ് വൻകരയിലെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്, അവിടുത്തെ പ്രധാന കൃഷി ഏതൊക്കെയാണ്, അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏതാണ്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് 5 ചോദ്യങ്ങൾ യൂറോപ്പിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ ഏത് രീതിയിലുള്ളതാണ്, ഇത്തരം 5 ചോദ്യങ്ങൾ. ഇതിനകത്ത് തന്നെ നമുക്ക് എഴുതാം. അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്, അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യം ഏതാണ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏതാണ്, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.